മിരിയം സോഫിയ ലക്ഷ്മി കിനിയോ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മലയാളികൾക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. മിരിയം സോഫിയ ലക്ഷ്മി കിനിയോയെ മലയാളികൾ അറിയുന്നത് പാരീസ് ലക്ഷ്മി എന്ന പേരിലാണ്. പാരീസ് ലക്ഷ്മിക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. നർത്തകി, അഭിനേതാവ്, മോഡൽ എന്നീ നിലകളിൽ തൻ്റെ പ്രാഗൽഭ്യം അവർ തെളിയിച്ചിട്ടുണ്ട്. ഫ്രാൻസിൽ നിന്ന് കേരളത്തിൻ്റെ മകളായി വന്ന പാരീസ് ലക്ഷ്മിയാണ് ഈ എപ്പിസോഡിൽ നമ്മോട് സംസാരിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നത് പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. വെൽക്കം ടു പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. ലക്ഷ്മി ഒരുപാട് കാലമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വെൽക്കം അഗൈൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എൻ്റെ ചോദ്യങ്ങൾ ആക്ച്വലി ലക്ഷ്മിയോട് നമുക്ക് ഒരുപാട് ഗസ്റ്റ് നമുക്ക് ഈ പോഡ്കാസ്റ്റിൽ വരാറുണ്ട്. പക്ഷെ ലക്ഷ്മി അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തയായിട്ടുള്ള ഒരാളാണ്. ബേസിക്കലി യു ആർ നോട്ട് ഫ്രം ഇന്ത്യ. അത് തന്നെയാണ് ലക്ഷ്മിയെ വ്യത്യസ്തയാക്കുന്നത്. ഒരു മലയാളം പോഡ്കാസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് അല്ലാത്ത ഒരാള്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് അല്ലാത്ത ഒരാൾ വരുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ മലയാളം നന്നായി സംസാരിക്കുന്ന ആളുമാണ്. കുഴപ്പമില്ല. 5 വയസ്സിലാണ് ലക്ഷ്മി ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്, അല്ലേ? അതെ അതെ അതെ. കേരളത്തിലേക്ക് ആദ്യമായിട്ട് എത്തിയതിന്റെ ഓർമ്മകള് ലക്ഷ്മിക്കുണ്ടോ? കേരളത്തില് 7 വയസ്സിലായിരുന്നു. എന്റെ ഓർമ്മകള് ശരിക്കും കഥകളിയാണ്. കാരണം അത് കാണാൻ വേണ്ടിയിട്ടാണ് എന്റെ പേരൻസ് അങ്ങനെ പ്ലാൻ ചെയ്തത്. അതിനു മുമ്പ് വേറെ സ്റ്റേറ്റ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ലൈക്ക് തമിഴ്നാട്ടിൽ പോയി, നോർത്ത് ഇന്ത്യയിൽ കുറെ സ്ഥലത്ത് പോയി. പക്ഷേ കേരളത്തിൽ വന്ന റീസൺ ടു വാച്ച് കഥകളി, എന്റെ പേരൻസ് ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ അവരെങ്ങനെ ഓൾറെഡി കഥകളി അറിയാം, കണ്ടിട്ടുണ്ട്. അപ്പം എന്റെ ബ്രദറും ഞാൻ അങ്ങനെ അതിന്റെ ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് they wanted us to see that. അതുകൊണ്ടാണ് ഇങ്ങനെ I came to Kerala first. And അതാണ് എന്റെ ശരിക്കും എന്റെ മെമ്മറി ഫസ്റ്റ് when I came കഥകളിയാണ്. ആദ്യമായിട്ട് വന്ന സ്ഥലം എവിടെയാണ്? കൊച്ചിയിലേക്കാണോ വന്നത്? കൊച്ചിയിലേക്ക്. ഈ ഒരുപക്ഷെ വായനയിലൂടെയും യാത്രകളിലൂടെയും ഒക്കെയാണ് ലക്ഷ്മി ഇന്ത്യയെ കുറിച്ച് അറിഞ്ഞത്. പേരൻസ് കൂടുതലും ഇന്ത്യയിലേക്ക് വരുവാറുണ്ടായിരുന്നു. അതുകൂടാതെ ലക്ഷ്മിയും വെക്കേഷൻ ടൈമിലൊക്കെ കൂടുതൽ കേരളത്തിലും ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിലും വരുമായിരുന്നു. എന്തുകൊണ്ടാണ് ജീവിതത്തിന്റെ ഒരു പ്രധാന ഘട്ടത്തിൽ കേരളം ജീവിക്കാനായി തെരഞ്ഞെടുത്തത്? ആക്ച്വലി ഇന്ത്യ ഒരു പാഷനാണ്. എന്റെ ഫാമിലി അങ്ങനെ, എന്റെ പേരൻസ് ആദ്യം, പിന്നെ എന്റെ ബ്രദറും ഞാനും, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പാഷനായി. പിന്നെ കേരളത്തില് 7 വയസ്സിൽ വന്നു. പിന്നെ അടുത്ത വർഷം പിന്നെയും വന്നു. അങ്ങനെ 3-4 ടൈംസ് അങ്ങനെ വന്നിട്ടുണ്ട് ബിഫോർ ദി ഏജ് ഓഫ് 10. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു കഥകളി ടീമായിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഭയങ്കര അടുപ്പമായി. റിയലി വി ബിക്കേം ഫ്രണ്ട്സ് വിത്ത് ദം. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ 10 വയസ്സിൽ കഴിഞ്ഞ് അങ്ങനെ വേറെ സ്ഥലത്ത് പോയി. ഐ വിസിറ്റഡ് ഇന്ത്യ വിത്ത് മൈ പേരൻസ്. പക്ഷെ കേരളത്തിൽ തിരിച്ചു വന്നില്ല. ആൻഡ് ഐ തിങ്ക് എന്റെ 15 വയസ്സിൽ that year I came back. ആ സമയത്തിൽ എന്റെ ഒരു ഫസ്റ്റ് സിനിമ സംഭവിച്ചത്. ആ സമയത്തിൽ ബിഗ് ബീന്റെ ഒരു സോങ് ചെയ്തു. അതൊന്നും പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു, പക്ഷെ അങ്ങനെ സംഭവിച്ചു. പിന്നെ എനിക്ക് ശരിക്കും സിനിമ ചെയ്യാൻ അങ്ങനെ ഭയങ്കര ഒരു ഡ്രീം ആയിരുന്നു. എന്നെ സംബന്ധിച്ച് റിയലി ഡ്രീം ഫോർ മീ ആൻഡ് ഗോൾ ടു ഗോ ഫോർ സിനിമ. ഫ്രാൻസിൽ അങ്ങനെ കുറച്ച് ഓഡിഷൻസ് ചെയ്തു, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ കൊച്ചിയിൽ വന്നിട്ട് അങ്ങനെ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ ഒരു പ്രോജക്ട്സ് കിട്ടി. ആൻഡ് ദെൻ വി ഫോൺ ബാക്ക് അവർ ഫ്രണ്ട്സ്, നമ്മുടെ കടകളി ഫ്രണ്ട്സ് അങ്ങനെ. അപ്പൊ അവിടെ ചേട്ടൻ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ആയി. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ സെറ്റിൽ ആയതാ. ബട്ട് ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് കേരള നല്ല സ്ഥലമാണ്. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഐ കനോട്ട് സേ എന്റെ ലൈക്ക് ഇന്ത്യ ഒരു ഹ്യൂജ് കൺട്രിയാണ്. അതിലെ എല്ലാ റീജിയൻ, എല്ലാ സ്റ്റേറ്റും വളരെ ഡിഫറെന്റ് ആണ്, അങ്ങനെ കൾച്ചറും എല്ലാം. പക്ഷെ ഐ ലവ് ഓൾ ദീസ് ഡിഫറെന്റ് പ്ലേസസ്. പക്ഷെ കേരള ഒരു പ്രത്യേകത, ഒരു ഡിഫറെന്റ് ഫീൽ ആണ്. അപ്പോ അങ്ങനെ I just settled after marriage and I don't regret at all to have selected Kerala. 2 കോണ്ടിനെന്റ്സ് ആണ്, 2 രാജ്യങ്ങൾ, വളരെ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ.
വളരെ ചെറുപ്പം മുതലേ ഇന്ത്യയിൽ യാത്ര ചെയ്ത് തുടങ്ങിയ പരിചയമുണ്ട്. പക്ഷെ എങ്കിലും കേരളത്തിൽ എപ്പോഴെങ്കിലും ഒരു വരുന്ന സമയത്ത് ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ 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 ഒരു ഷോക്കൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ചെറുപ്പം മുതൽ അങ്ങനെ വരാറുണ്ടല്ലോ. അപ്പൊ ഐ യൂസ് ടു ബി കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ഇൻ ദ കൾച്ചർ. അപ്പൊ അങ്ങനെ ആ ഒരു ഇമേഴ്ഷൻ ഉണ്ടായത് കൊണ്ട് അങ്ങനെ ഭയങ്കര ഷോക്ക് ആയിട്ടൊന്നും തോന്നിയില്ല. ഭക്ഷണം അതുപോലെ ഫുഡ് അങ്ങനെ പതുക്കെ പതുക്കെ യൂസ്ഡ് ആയി. ലൈക്ക് ഐ റിമെമ്പർ എന്റെ ഒരു 12-13 വയസ്സിൽ കഴിഞ്ഞ് എനിക്ക് അങ്ങനെ നല്ല എരിവായിട്ടുള്ള ഫുഡ് കഴിക്കാൻ തുടങ്ങി. അതിനു മുമ്പൊന്നും പെപ്പർ പൗഡർ പോലെ ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഐ ഗോട്ട് യൂസ് ടു ഇറ്റ് അങ്ങനെയൊക്കെ. അപ്പൊ പതുക്കെ പതുക്കെ ആ ഒരു ഇമോഷൻ ഉണ്ടായത്. പക്ഷെ ഇവിടെ സെറ്റിൽഡ് ആയി കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ലൈക്ക് മേ ബി ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ ഞാൻ പിന്നെ കുറച്ചും കൂടി ഒരു ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കിയത്. ലൈക്ക് there are some things, of course, ഇവിടെ താമസിക്കുമ്പോൾ there are some things I discovered by living here. And ആൾക്കാരുടെ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് കുറച്ചും കൂടി ആൾക്കാരുടെ മനസ്സെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ ചിന്ത എങ്ങനെയാണ്, നമ്മുടെ യൂറോപ്യൻ തോട്ട് പ്രോസസ് പോലെയല്ല. അപ്പൊ അത് ഓൾറെഡി എനിക്ക് അറിയാം. ബട്ട് സ്റ്റിൽ there are many things that I discovered by staying here. And yeah. രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ കൾച്ചറൽ ഷോക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം ഏറ്റവും വെറുപ്പ് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേരളത്തിലുണ്ടോ? ഒരു വിദേശി എന്നുള്ള രീതിയിൽ നമ്മളുടെ ഒരു ആളുകളുടെ ചില സ്വഭാവങ്ങൾ മാറ്റണം, ഇല്ല ഇങ്ങനെയല്ല വേണ്ടതെന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഇപ്പോ ഒരു വാക്ക് പറഞ്ഞില്ലേ, വിദേശി. അപ്പൊ ആ ഒരു വാക്ക് എനിക്ക് കുറച്ചും കൂടി കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം ഐ മീൻ ഇപ്പൊ അങ്ങനെ ഐ ഡോണ്ട് ഹിയർ ഇറ്റ് മച്ച്. പക്ഷെ നേരത്തെ ഒരു വാക്ക് കേട്ടിട്ടുണ്ട്, മദാമ. ആ ഒരു വാക്ക് വേണ്ട ഇപ്പോഴും. പക്ഷെ സ്ഥിരമായിട്ട് ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ദിസ് ഈസ് സംതിങ് ലൈക്ക് ഒരു റിമൈനിങ്സ് ഓഫ് ദ കൊളോണിയൽ ടൈം ശരിക്കും. കാരണം ആ സമയത്തിൽ ഇങ്ങനെ മദാമ സാഹിബ് അങ്ങനെ ആ ഒരു ദാറ്റ് ഈസ് സംതിങ് വിച്ച് റിമെയിൻസ് ഫ്രം ദാറ്റ് ടൈം. അപ്പൊ അത് ഇപ്പോഴും ഉപയോഗിക്കണോ? വേണ്ടല്ലോ, ഇത് കഴിഞ്ഞല്ലേ. സോ വി ക്യാൻ ജസ്റ്റ് യൂസ് വാട്ട് ഈസ് കറക്റ്റ്, നോ വിദേശി. ആൻഡ് I felt like this has to change. അങ്ങനെ പറയാറുണ്ട്. എന്റെ സ്റ്റുഡൻസ് അങ്ങനെ ഒരു വാക്കൊന്നും ഇപ്പൊ ഉപയോഗിക്കാറില്ല. എന്റെ ഫ്രണ്ട്സും അങ്ങനെ ഞാൻ പറയാറുണ്ട്. അപ്പൊ അവർ ഇപ്പോ അത് മാറി. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റിൽ ദേർ. ഈവൻ ടീച്ചേഴ്സ് സ്കൂളിൽ തന്നെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. സോ ബട്ട് അത് ഒരു ചെറിയ കാര്യമാണ്, അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. ബട്ട് അതർവൈസ് അതല്ലാതെ എനിക്ക് തോന്നുന്നു മേ ബി ഇവിടുത്തെ ആൾക്കാർ കുറച്ചും കൂടി നല്ല കറിയസ് ആണ്. മറ്റുള്ള ആൾക്കാരുടെ എല്ലാം ജീവിതം എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്താ ചെയ്യുന്നത്, അത് കേൾക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ദേ വാണ്ട് ടു നോ whatever you are doing. And പിന്നെ അഭിപ്രായം അങ്ങനെ പറയാറുണ്ട്. ലൈക്ക് they will say, no, you shouldn't do that, you should do this. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര അല്ലേ, സംടൈംസ് ലിറ്റിൽ നോസി അങ്ങനെ ഞാൻ വിളിയിട്ടുണ്ട് കുറച്ചും കൂടി. പക്ഷേ യൂറോപ്പിൽ ഇങ്ങനെ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആണ്. കാരണം അവിടെ മറ്റുള്ള ആൾക്കാരുടെ ലൈഫിന് ഒന്നും ചോദിക്കാറില്ല. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ലൈക്ക് even someone you don't know, you will be saying, okay, വീട്ടിൽ ആരൊക്കെയുണ്ട്, വീട്ടിൽ ആരൊക്കെയുണ്ട്, എത്ര മകളുണ്ട്, അവരുടെ സ്റ്റഡീസ് എന്താണ്, എവിടെയാണ് താമസിക്കുന്നത്, ഓ അവിടെയാണോ, ഓക്കെ, അപ്പൊ മറ്റേ ചേട്ടന്റെ വീടിന്റെ അടുത്താണോ, അവിടെയാണോ, ശരിയാ, ഞാൻ അവിടെ അങ്ങനെ they will keep on anchoring about every single thing. Even if okay, you're just going to meet 5 minutes, but they will want to know exactly എവിടെയാണ് താമസിക്കുന്നത്, ഏത് റോഡിലാണ്, ഏത് ഫാമിലിന്റെ അടുത്താണ്, വീട്ടുപേരെന്താണ്, എത്ര ഫാമിലി മെമ്പേഴ്സ് എത്രയുണ്ട്, അവരുടെ സ്റ്റഡീസ് എന്താണ്, കല്യാണം കഴിഞ്ഞോ, എത്ര പേര്. So that is something. Actually, that's cute, but I know that അതൊരു നോർമൽ കോൺവെർസേഷൻ പ്രോസസ് ആണ്. അപ്പൊ എനിക്കും അങ്ങനെ ഇപ്പൊ ഒരു റിഫ്ലെക്സ് ആയിപ്പോയി. നേരത്തെ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ലൈക്ക് whenever I was meeting someone, those people were asking me every detail. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു
ഓക്വേർഡ് ഫീൽ വന്നു. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. എനിക്കറിയാം, അതൊരു നോർമൽ കോൺവെർസേഷൻ പ്രോസസ്സാണ്. ഇപ്പൊ അത് ശീലിച്ചു എന്നുള്ളതാണ് സത്യം അല്ലേ? അതെ, ശീലിച്ചു. ഓക്കെ. ലക്ഷ്മിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം നൃത്തമാണ്. അതായത് ഡാൻസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ പ്രയോറിറ്റിയിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും ഒക്കെ ഡാൻസ് ആയിരിക്കും അല്ലെ? ഡാൻസ് ആൻഡ് ആർട്ട് എല്ലാം. ആക്ച്വലി ഡാൻസ് അല്ലെങ്കിൽ ആക്ടിങ്, എന്റെ രണ്ടും ഓക്കെ, രണ്ടും വേറാണെങ്കിലും എനിക്ക് അങ്ങനെ ഒന്നാണെന്ന് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഫോർ മീ ഇറ്റ് ഈസ് as much important. And പിന്നെ especially ഒരു ക്ലാസിക്കൽ ഡാൻസർ, ഐ എം എ ക്ലാസിക്കൽ ഡാൻസർ. അപ്പൊ ക്ലാസിക്കൽ ഡാൻസിൽ രണ്ടും ഉണ്ടല്ലോ, അഭിനയം നൃത്തം രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഐ ഡോണ്ട് ഫീൽ വി ഷുഡ് ഡിഫറൻഷിയേറ്റ് ദിസ് ടു. പക്ഷെ ഡിഫറെന്റ് ആണ്, ശരിയാണ്. പിന്നെ എന്റെ ശരിക്കും എന്റെ സ്റ്റാർട്ടിംഗ് ഡാൻസ് തന്നെയായിരുന്നു. ദെൻ ബട്ട് ആക്ടിങ് ഈസ് ദെയർ ഓൾസോ. എന്റെ പാരന്റ്സ് രണ്ടുപേര് അങ്ങനെ ആർട്ടിസ്റ്റ് ആണ്. അച്ഛൻ ഡ്രാമ, ക്ലൗൺ, മൈം ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുണ്ട്, എപ്പോഴും ഉണ്ടായിരുന്നു. സോ ഐ തിങ്ക് ബോത്ത് ആർ വെരി ഇമ്പോർട്ടന്റ്. പക്ഷെ കുറച്ചും കൂടി ഒരു ഡാൻസർ ആയിട്ടാണ് എല്ലാരും എന്നെ കാണുന്നത്. ഭരതനാട്യം മുതൽ ഫ്ലെമിംഗോ വരെയുള്ള നൃത്തരൂപങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഭരതനാട്യമാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ലക്ഷ്മിയുടെ വാക്കുകളിലും അല്ലെങ്കിൽ പെർഫോമൻസിലും ഒക്കെ തോന്നിയിട്ടുണ്ട്. മോഹിനിയാട്ടം എപ്പോഴെങ്കിലും പഠിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? മോഹിനിയാട്ടം പഠിക്കാൻ ആക്ച്വലി ആഗ്രഹമുണ്ട്. എനിക്ക് കുറച്ച് ചെറുതായിട്ട് ബേസിക്സ് അങ്ങനെയൊക്കെ അറിയാം, പക്ഷെ ഇൻഡെപ്ത് ആയിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല. എല്ലാ ലൈക് കുച്ചിപ്പുടി അതുപോലെ ചെറുതായിട്ട് അങ്ങനെ ബേസിക്സ് ഒക്കെ അറിയാം. കഥക്കുണ്ട്, കഥകളിയുണ്ട്, അങ്ങനെ എല്ലാ ആർട്ട് ഫോംസ് എനിക്ക് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിന്റെ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ബി വെരി മച്ച് ഫ്ലെക്സിബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. പക്ഷെ എനിക്ക് തോന്നുന്നത് in terms of Indian classical dance forms, എല്ലാം ഒന്നാണ്. നമ്മുടെ ഗോൾ എന്താണ്? to merge with our art form and to merge with the deity, and അതാണ് നമ്മുടെ ഗോൾ എല്ലാ Indian classical dance forms. So ഏത് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് എടുത്തു കഴിഞ്ഞാൽ അതാണ് അതിന്റെ എയിം. സോ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്സ് ഓക്കെ ടു എനി ഡാൻസ് സ്റ്റൈൽ, ഇറ്റ്സ് ഫൈൻ. പക്ഷെ എല്ലാ ഫോംസിന്റെ ഒരു ബേസിക്സ് ആയിട്ട് അത് വേണം. ഒഡീസിയും ഓൾസോ ഐ ഹാവ് സം ബേസിക്. അങ്ങനെയൊക്കെ ദാറ്റ്സ് ഗുഡ് ടു ബി ക്യൂരിയസ് ആസ് എ ഡാൻസർ ആണ്. പിന്നെ ഫോറിൻ ഡാൻസ് ഫോംസ് ഓൾസോ ഐ ഡു. സോ പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ഭരതനാട്യം എന്റെ ഫേവറേറ്റ് ആണെന്ന് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ മേ ബി ഇവിടെ അങ്ങനെ അതാണ് കൂടുതൽ അവതരിപ്പിച്ചു. ഇവിടെ ഇതുവരെ അങ്ങനെ മറ്റുള്ള ഡാൻസ് ഫോംസ് കോണ്ടംപററി ജാസും ഫ്ലമെങ്കോ അങ്ങനെ അധികം പെർഫോം ചെയ്തിട്ടില്ല. കാരണം ഇവിടെ അധികം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലല്ലോ. നോർമലി വി ആർ ഡൂയിങ് ക്ലാസിക്കൽ ഡാൻസ് ഫോം. സോ ദാറ്റ്സ് വൈ ഐ തിങ്ക് ഇവിടെ അങ്ങനെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒരു കുറച്ചും കൂടി to be immersed in my new area, in my new place, and അതായിരുന്നു easy way to perform as a classical dancer. So അങ്ങനെ ആയി. പക്ഷെ ഒരു ഫേവറേറ്റ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. എല്ലാം ഇഷ്ടമാണ്, ഡാൻസ് തന്നെ ഇഷ്ടം, അത്രേ ഉള്ളൂ. ഇപ്പൊ ലക്ഷ്മി പറഞ്ഞല്ലോ, അഭിനയ കല എന്ന് പറയുന്നത് ലക്ഷ്മിക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അച്ഛൻ തിയേറ്റർ രംഗത്താണ്, അമ്മയുടെ കാര്യം പറഞ്ഞു. ലക്ഷ്മിയും അഭിനേതാവാണ്, സൂപ്പർ ഹിറ്റായ ചലച്ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരേ സമയം നർത്തകിയായിട്ട് കാണുന്നു. എന്നാൽ സിനിമയെ വളരെ സീരിയസ് ആയിട്ട്, സിനിമയിലെ ആഗ്രഹങ്ങളെ, ആക്ടിങ്ങിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ലക്ഷ്മി പറയാറുണ്ട്. എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റുക? ഇപ്പോ എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ സംബന്ധിച്ച് കൂടുതൽ ഡാൻസ് ആണ് ശരിക്കും ചെയ്യുന്നത്. ഇതൊക്കെ സിനിമ വരുള്ളൂ. പക്ഷെ ഐ വുഡ് റിയലി വോണ്ട് the cinema aspect to increase more. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഇങ്ങനെ വരുന്ന വർഷം അതാണ് എന്റെ ഗോൾ. ബട്ട് രണ്ടും ഒരു ബാലൻസ് വേണം. കാരണം ഒരു ഡാൻസറിന്റെ റൂട്ടീനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആസ് എൻ ആക്ടർ ഓഫ് കോഴ്സ് ഹെൽത്ത് നോക്കുന്നുണ്ട്, എല്ലാ ആക്ടേഴ്സും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആസ് എ ഡാൻസർ അത് ഒരു നോർമൽ ഹെൽത്ത് റൂട്ടീൻ മാത്രമല്ല, പ്രാക്ടീസ് വേണം, അതിന്റെ ഒരു ഡെഡിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അത് പോയി കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ
I think it's a balance to find. And actually മഞ്ജു വാര്യർ ചേച്ചി നല്ല ഒരു ഡാൻസർ ആണ്. അതുപോലെ തന്നെ she is known much more for her acting. She's a brilliant actor. പക്ഷെ അതുപോലെ തന്നെ she's a dancer and she's നല്ല ഒരു എക്സാമ്പിൾ ആണ്. ചേച്ചിക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, രണ്ടും അങ്ങനെ കൊണ്ട് പോകുന്നുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് പോസിബിൾ. ഈ അഭിനയത്തെ കുറിച്ച് പറയുമ്പം ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മിയുടെ രൂപം അല്ലെങ്കിൽ ലക്ഷ്മി ജനിച്ച സ്ഥലം ഒക്കെ മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഉള്ള ഒരാളല്ല. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ചില സിനിമകളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒരു വിദേശി എന്നുള്ള രീതിയിലുള്ള ക്യാരക്ടർ മലയാള സിനിമകളിൽ ഇപ്പൊ 2 സിനിമകളും ഇപ്പൊ ബാംഗ്ലൂർ ഡേയ്സിലാണെങ്കിലും സോൾട്ട് മാംഗോ ട്രീയിലും അല്ലെ ആ ഒരു രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം അതൊരു കുറവായിട്ട് തോന്നുന്നുണ്ടോ സിനിമകളിൽ അവസരങ്ങൾ കിട്ടാനായിട്ട്? അത് തീർച്ചയായിട്ടും ഒരു ചെറിയൊരു എന്റെ കരിയറെ സംബന്ധിച്ച ഒരു ചെറിയൊരു ഇപ്പോഴത്തെ ഒരു ബ്ലോക്ക് ആയി പോവും ഒരു സംഭവമാണ്. ലൈക്ക് ടൈപ്പ് കാസ് ആയി പോയി എന്ന ഒരു പ്രോബ്ലം ആണ്. പക്ഷെ അങ്ങനെ ഒരു ബാരിയർ അല്ല എനിക്ക് തോന്നുന്നത്. കാരണം ഇഫ് ഐ വാസ് എന്റെ ഫിസിക്കലി ഞാൻ അങ്ങനെ ബ്ലോണ്ടും ബ്ലൂ ഐസ് ആയിട്ടാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല, മലയാളിയായിട്ടൊന്നും അഭിനയിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്റെ ഫ്യൂച്ചേഴ്സും എല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ കയറിയ ഒരു ഹാഫ് ഇന്ത്യൻ ആയിട്ട് അങ്ങനെയൊക്കെ ഐ ക്യാൻ ഗോ ഫോർ ദിസ് കൈൻഡ് ഓഫ് റോൾസ്. അതൊക്കെ ചെയ്യാൻ പറ്റും. സോ അതൊക്കെ മാറും. ഇപ്പൊ എന്റെ കഴിഞ്ഞ ഒരു സിനിമ മലയാളി സ്ത്രീ ആയിട്ടാണ് അഭിനയിച്ചത്. സോ കലാമണ്ഡലം ഹൈദരലി അതായിട്ട് ഒരു പക്ക മലയാളിയാണ് അഭിനയിച്ചത്. സോ അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഐ സ്റ്റാർട്ടഡ് ഇൻ മൂവീസ് വിത്ത് എ ഫോറിൻ റോൾ. അപ്പൊ അങ്ങനെ ആയിപ്പോയി. പിന്നെ അങ്ങനെ അപ്പൊ ഇത് മാത്രം വരുള്ളൂ ഇപ്പൊ. പക്ഷെ അത് മാറ്റാം. ഈ വരുന്ന സിനിമകൾ അത് മാറ്റാൻ പോയത്. ലക്ഷ്മി പലപ്പോഴും മനോഹരമായി കോറിയോഗ്രാഫി ചെയ്യാറുണ്ട്. അപ്പൊ ഒരു കൊറിയോഗ്രാഫർ ആകുക എന്നുള്ള ഒരു വലിയൊരു അത്ഭുതമില്ല. കാരണം ഒരു നല്ല നർത്തകിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കണം. ഇപ്പൊ പല വീഡിയോസ് കാണുമ്പോഴും അതുപോലെ തന്നെ റീൽസിൽ ഒക്കെ പുതിയ രീതിയിലൊക്കെ ലക്ഷ്മി പലതും ചെയ്യാറുണ്ട്. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസിൽ അറിയാം നമുക്ക് അതിന് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സിനിമാറ്റിക് അപ്രോച്ച് ഒക്കെ ഉള്ള സമയത്ത് കോറിയോഗ്രാഫിക്ക് സാധ്യതയുണ്ട്. സിനിമയിൽ അങ്ങനെ ഒരു കോറിയോഗ്രാഫി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടുണ്ട്. അത് പക്ഷേ എന്താ പറയാ, ഐ എം മോർ ഇൻട്രസ്റ്റഡ് ടു ബിക്കം എൻ ആക്ടർ ദാൻ എ കോറിയോഗ്രാഫർ. പക്ഷെ അങ്ങനെ ഓഫർ വന്നു കഴിഞ്ഞാൽ വൈ നോട്ട്? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് കോറിയോഗ്രാഫി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ആസ് യു സെയ്ഡ് എന്റെ പേഴ്സണൽ പ്രോജക്ട്സ് അങ്ങനെ ചെയ്യാറുണ്ട്. എന്റെ ഓൺ വീഡിയോസ് ദാറ്റ് ഐ പോസ്റ്റ് ഓൺ മൈ ഓൺ യൂട്യൂബ് ചാനൽ അതിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു മൂവിന് വേണ്ടി ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ആരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല. മേ ബി ഇറ്റ് വിൽ കം ഇൻ ദ ഫ്യൂച്ചർ. പക്ഷെ അതിനു വേണ്ടി അതിന്റെ പുറകിൽ ഞാൻ അങ്ങനെ പോകുന്നില്ല. വൈ നോട്ട്? ലെറ്റ്സ് സീ. ഒരു ആർട്ടിസ്റ്റ് ആവാനാണ് എന്റെ ആ ഒരു ലെവലിലേക്ക് നിൽക്കാനാണ് എന്റെ ഫുള്ള് താല്പര്യം. ഓക്കെ. കലാശക്തി രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ലക്ഷ്മിയും ലക്ഷ്മിയുടെ ഭർത്താവ് പലപ്പോഴും സുനിലും കൂടെ ചേർന്നാണ് അത് നടത്തുന്നത്. ഒരു സാധാരണ ദിവസം കലാശക്തി എങ്ങനെയാണ്? അങ്ങനെ ഒരു സാധാരണ ദിവസം അങ്ങനെ ഇല്ല. എല്ലാ ദിവസവും ഡിഫറെന്റ് ആണ്. പിന്നെ കൊറോണന് മുമ്പത്തെ റുട്ടീനും പിന്നെ ഇപ്പോഴത്തെ റുട്ടീനും വളരെ ഡിഫറെന്റ് ആണ്. പക്ഷെ ശരിക്കും കലാശക്തിയില് ക്ലാസ് നടക്കുന്നത് വീക്കെൻഡ്സ് ആണ്. കാരണം ആ സമയത്തിലാണ് സ്റ്റുഡൻസ് ഫ്രീ ആയത്. അപ്പൊ ഇവിടെ ചെറിയ കുട്ടികളുണ്ട്, പിന്നെ അതുപോലെ തന്നെ വർക്കിംഗ് വിമൻസും ഹൗസ് വൈഫ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാ ഏജസ് ഉണ്ട്. ഫ്രം ദി ഏജ് ഓഫ് 6 to ദി ഏജ് ഓഫ് എനിക്കറിയില്ല 50 above ഒക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ ഇപ്പോ ജസ്റ്റ് ഇന്ന് ആക്ച്വലി നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്. അതിനു മുമ്പ് ഫുൾ ഓൺലൈൻ ആയിരുന്നു കഴിഞ്ഞു 1.5 വർഷം അങ്ങനെയൊക്കെ. അപ്പോ അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം പിള്ളേരെ ഒരു 1.5 വർഷമായി കണ്ടിട്ട്. ഇപ്പൊ ഓൺലൈനിൽ കാണാറുണ്ട്, പക്ഷെ എന്നാലും ഒരു ഡിഫറെന്റ് ഫീൽ ആണ്. അപ്പോ ഇപ്പോ അങ്ങനെ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ കൊറോണന് മുമ്പത്തെ നമ്പർ ശരിക്കും കുറഞ്ഞു. ആൾക്കാർ അങ്ങനെ എല്ലാരും പ്രശ്നത്തിലല്ലേ, പൈസ എല്ലാം. അപ്പോ ആർട്ട് ഹാസ് ബിക്കം സംതിങ് സെക്കൻഡറി. അത് ശരിക്കും ഇറ്റ്സ് ദേർ.
പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ട്. രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 9 മണി സ്റ്റാർട്ട് ചെയ്ത് 6 മണി വരെ ക്ലാസ് ഉണ്ട്. ഉച്ച ഒരു 1 hour ബ്രേക്ക് ഉണ്ട്. അപ്പൊ എന്റെ കൂടെ എന്റെ സീനിയർ സ്റ്റുഡൻസ് ഉണ്ട്, അവരും പഠിപ്പിക്കുന്നുണ്ട്, എന്നെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പൊ അത് സൺഡേ ആണ്. വേറെ മറ്റുള്ള ദിവസങ്ങളില് വൈകുന്നേരം ചിലപ്പോ ഒരു ക്ലാസ് ഉണ്ടാവും, ഓൺലൈൻ ഫിറ്റ്നസ് ക്ലാസ് ഒക്കെ ഉണ്ടാവും. ആൻഡ് ദെൻ the remaining of the day is for my own practice. അപ്പൊ രാവിലെയാണ് ശരിക്കും എനിക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത്. എനിക്ക് രാവിലെ ഇഷ്ടം, വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ വേറെ ആൾക്കാരായിട്ട് ചെയ്യുവാണെങ്കിൽ ഓക്കെയാണ്. ഞാൻ തന്നെ ഈവനിങ് പ്രാക്ടീസ് ചെയ്യാൻ ഒരു മടിയാണ്. രാവിലെയാണ് നല്ലത്. രാവിലെ എണീറ്റ് യോഗ ചെയ്യും, പ്രാക്ടീസ് ചെയ്യും, അങ്ങനെയൊക്കെ. പക്ഷെ അത് ഒരു ദിവസം ഇങ്ങനെ മാറും. പോസ്റ്റ് കോവിഡ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസിനെ കുറിച്ച് പറഞ്ഞു. നൃത്തം അല്ലെങ്കിൽ കല എപ്പോഴും ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് പഠിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളുടെ സാഹചര്യങ്ങൾ മാറുന്നു, ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അപ്പം ഓൺലൈനിലും ഓഫ്ലൈനിലും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഓൺലൈനിൽ കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് എന്താന്ന് വെച്ചാൽ പുറത്തൊന്നും പോകണ്ട, വീട്ടിൽ തന്നെ ഇങ്ങനെ പെട്ടെന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ എന്റെ ക്ലാസ് ആണ്, ഓക്കെ ഇപ്പൊ തന്നെ ഒരു ഡ്രസ്സ് ഇട്ട് റെഡി ആയിട്ട് ഓക്കെ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ നിൽക്കാം. അതൊരു ഈസി പ്രോസസ് ആണ് ഫോർ എവ്രി വൺ, ദാറ്റ്സ് സോ ഈസി. പക്ഷെ പഠിക്കുമ്പോ നല്ല ഡിഫിക്കൽട്ട് ആണ്. കാരണം ഡയമെൻഷൻസ് എല്ലാം പോയി. ഇറ്റ്സ് ജസ്റ്റ് ഫ്ലാറ്റ് സ്ക്രീൻ ദാറ്റ് യു ഹാവ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അപ്പൊ അത് സ്പേസ് മനസ്സിലാക്കാനും പിന്നെ പിള്ളേരെങ്ങനെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് എപ്പോഴും ഹാവ് ടു ഷോ എവറിത്തിങ് ഇൻ ആസ് എ മിറർ. സോ അങ്ങനെ റൈറ്റ് ഹാൻഡ്, അവരുടെ റൈറ്റ് ഹാൻഡ് എന്റെ ലെഫ്റ്റ് ഹാൻഡ് ആണ്. അപ്പൊ നേരെ എല്ലാം ഓപ്പോസിറ്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇന്ന് ശരിക്കും ക്ലാസ് എടുത്തു, റിയൽ ഓഫ്ലൈൻ ക്ലാസ് ആയിട്ട്. അപ്പൊ റിഫ്ലെക്സ് ടു ഷോ എവറിത്തിങ് ഇൻ മിറർ. കാരണം എപ്പോഴും ഇങ്ങനെ ഓൺലൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമാണ്. പിന്നെ പിടിക്കാൻ പറ്റുന്നില്ല കൈ, അങ്ങനെ ബോഡി ഐ കനോട്ട് ചേഞ്ച് ദ പൊസിഷൻസ്. അവരുടെ കൈ താഴെ പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റത്തുള്ളൂ ഓൺലൈൻ ഇങ്ങനെ കൈമുത്ത് ഒന്ന് പൊക്കി വെക്കണം, അങ്ങനെ പറയാം. പക്ഷെ ചില പിള്ളേർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ for on offline I can go and take their elbow and bring it up. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഓൺലൈൻ that's difficult for that aspect. പിന്നെ അവർ തന്നെ മനസ്സിലാക്കിയിട്ട് സെൽഫ് കറക്റ്റ് ചെയ്യണം, അത് വളരെ ഡിഫിക്കൽട്ട് ആണ്. സോ ഐ റിയലി പ്രിഫർ ഓഫ്ലൈൻ ശരിക്കും. ഓക്കെ, സംഗമം കൃഷ്ണമയം ഒരു സ്പെഷ്യലി കോറിയോഗ്രാഫ്ഡ് ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ്. ഭാവിയിൽ എന്തെങ്കിലും പുതിയ പരിപാടികളുണ്ടോ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഷോ? സംഗമം കൃഷ്ണമയം ഒരു നല്ല സക്സസ് ആയി. വി കംപ്ലീറ്റഡ് മോർ ദാൻ 80 ഷോസ്. ഇപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ട്, ഈ ഷോ വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊരു ഡ്യുവറ്റ് ആണ്. അതിനുശേഷം ആക്ച്വലി ബിഫോർ കൊറോണ വേറെ ഒരു പ്രൊഡക്ഷൻ ഇറക്കിയിട്ടുണ്ട്, രഹസ്യ. അതൊരു ട്രയോ ആണ് ഓൺ രാമായണ. അപ്പൊ അതില് കഥകളി, ഭരതനാട്യം ആൻഡ് ഒഡീസി ഇസ് ദേർ. അപ്പൊ അതില് ചേട്ടൻ കഥകളിയായിട്ട് ഹനുമാൻ ആൻഡ് മൈ ഫ്രണ്ട് അഭയലക്ഷ്മി ഈസ് പ്ലേയിങ് ദ റോൾ ഓഫ് സീത ആൻഡ് ഞാൻ ഭരതനാട്യം സ്റ്റൈലായിട്ട് രാമ. സോ അതൊരു രാമായണ സ്റ്റോറി, ഫുള്ള് സ്റ്റോറി ഉണ്ട്, പക്ഷെ ഈ 3 ക്യാരക്ടേഴ്സ് വെച്ച് ഒരു വേർഷൻ ആണ്. ആൻഡ് അതിലെ വോയിസ് ഓവർ ചെയ്തത് ഇംഗ്ലീഷ് വോയിസ് ഓവർ മുരളി ഗോപി സാർ ആണ്. സോ യെസ്, നല്ല ഒരു പ്രൊഡക്ഷൻ ആണ്. പ്രവീൺ ദി റാവു സാർ ആണ് മ്യൂസിക് ചെയ്തത്. ഒരു നല്ലൊരു ജേർണി ആയിരുന്നു ഇത് ക്രിയേറ്റ് ചെയ്യാൻ. കാരണം ഇറ്റ്സ് ദ മീറ്റിംഗ് ഓഫ് 3 ഡിഫറെന്റ് സ്റ്റൈൽസ്, 3 ഡാൻസ് സ്റ്റൈൽസ്, മ്യൂസിക് സ്റ്റൈൽസ് എല്ലാം. ആൻഡ് ഈവൻ costume wise everything was a creation to be able to 3 styles അങ്ങനെ ചേർക്കാൻ വേണ്ടി ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു അത്. It was not easy and it was a beautiful process. അത് പക്ഷേ ഒരു 4-5 സ്റ്റേജസ് കഴിഞ്ഞു, എന്നിട്ട് കൊറോണ ആയിപ്പോയി. I'm really hoping to get back to this production. കാരണം വലിയൊരു വർക്ക് ആയിരുന്നു to get this into form. പിന്നെ അത് കഴിഞ്ഞ് വേറെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനു മുമ്പ് we really want to get രഹസ്യ back to stage എന്നിട്ട് വേറെ പ്രൊഡക്ഷൻ ചെയ്യാം.
നമുക്ക് മലയാളത്തിലേക്ക് തിരിച്ചു വരാം. വർഷങ്ങളായിട്ട് 21 വയസ്സിൽ ഇവിടെ കേരളത്തിൽ താമസിക്കാൻ തുടങ്ങി. മലയാളം നന്നായി സംസാരിക്കും, പക്ഷെ ഇപ്പോഴും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ടെന്നറിയാം. അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചില വാക്കുകൾ ഏതൊക്കെയാണ്? അങ്ങനെ 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 അല്ല, അങ്ങനെ ചില വാക്കുകൾ അങ്ങനെ ബുദ്ധിമുട്ട് അങ്ങനെ അല്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് ഈ ഗ്രാമറാണ് ഏറ്റവും പ്രശ്നം. കാരണം എനിക്ക് പക്ഷെ ബെറ്ററായി, എപ്പോഴും ഞാൻ ബെറ്റർ ആവുന്നുണ്ട് ഹോപ്പ്ഫുള്ളി. പക്ഷെ അതൊരു പ്രശ്നം. ചിലത് എനിക്ക് മനസ്സിലാവുന്നില്ല, അത് എന്തിനാ ഇങ്ങനെ പറയുന്നത്. സെയിം ഒരു ചെറിയൊരു വ്യത്യാസം ഇൻ ദ സിറ്റുവേഷൻ ഓർ എന്തെങ്കിലും ഒരു ചെറിയ ഡിഫറൻസ് ആണെങ്കിൽ അപ്പൊ ആ വാക്ക് മാറും. പക്ഷെ സെയിം മീനിങ് ആണ്, പക്ഷെ വേറെ ഒരു രീതിയിലാണ് പറയുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും പ്രശ്നം എനിക്ക് അത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്തിൽ എനിക്കാണ് ഞാൻ പറയുന്നത്, അപ്പൊ എല്ലാരും പറയും എനിക്കല്ല ഞാൻ. അയ്യോ, അത് ഭയങ്കര തലവേദന മനസ്സിലാക്കാൻ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി ഒരുപാട് പഠിക്കാനുണ്ടല്ലേ? ഓക്കെ. പക്ഷെ ഞങ്ങൾക്കൊക്കെ ലക്ഷ്മി മലയാളത്തിന്റെ അംബാസിഡർ ആണ്. മലയാളി കുട്ടികൾ പോലും ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുമ്പോൾ, മലയാളം പറയാൻ ബുദ്ധിമുട്ടുമ്പോൾ ലക്ഷ്മി പാരീസിൽ നിന്ന് വന്ന്, ഫ്രാൻസിൽ നിന്ന് വന്ന് നന്നായി മലയാളം പറയുന്നത് കൊണ്ട് മലയാളത്തിന്റെ അംബാസിഡർ എന്ന് വിശേഷിപ്പിക്കാനാണ് ഇഷ്ടം. താങ്ക് യു. പക്ഷേ അത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിപ്പോയില്ലേ? തീർച്ചയായിട്ടും. അല്ല, നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞങ്ങളൊരു ലാംഗ്വേജ് പുതുതായിട്ട് പഠിക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം അത് പാടാണെന്ന് അറിയാം. പ്രത്യേകിച്ചും ഈ സ്പാനിഷോ ഫ്രഞ്ചോ ഒക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു മലയാളിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അറിയാം. പക്ഷെ മലയാളത്തിലേക്ക് വന്ന് പ്രത്യേകിച്ച് ഒരു 2 കൾച്ചറിൽ നിന്ന് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള വേറൊരു രാജ്യത്ത് വന്ന് സംസാരിക്കാൻ പഠിക്കുമ്പം, അതും സൗത്ത് ഇന്ത്യ വന്ന് മലയാളം പഠിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അത് നന്നായിട്ട് അറിയാം. ഓക്കെ, ഫ്രാൻസിലുള്ള സുഹൃത്തുക്കളെ കേരളത്തിനെ ഒറ്റ വാക്കിൽ പരിചയപ്പെടുത്തിയാൽ എന്താണ് പറയാ? അടിപൊളി. അതായിരിക്കും അടിപൊളി. എന്റെ അമ്മ കുറച്ച് വാക്കുകൾ അറിയത്തുള്ളൂ, പക്ഷെ അടിപൊളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴും ഈവൻ നമ്മുടെ ഓൺ കോൺവെർസേഷൻ ഫ്രഞ്ചിൽ ഇങ്ങനെ സംസാരിക്കുമ്പോ ഇതൊക്കെ അമ്മ പറയാറുണ്ട്, അടിപൊളി. അപ്പൊ അതായിരിക്കും. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് വേർഡ്. നന്നായി. ആ ഒരു വാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒറ്റ വാക്കിൽ കേരളം അടിപൊളിയാണെന്ന് പറയും. ഓക്കെ, ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട് ലക്ഷ്മിയോട്. ഒരുപാട് ഗുരുക്കന്മാര്, പ്രത്യേകിച്ച് ഭരതനാട്യം, കുച്ചിപ്പുടി ഒക്കെ കലാഗ്രാമങ്ങൾ തുടങ്ങാറുണ്ട് അല്ലേ? അവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഗുരുമുഖത്ത് വന്ന് പഠിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലം, വലിയൊരു സ്ഥലം. ലക്ഷ്മിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഭാവിയിലൊരു പദ്ധതി ഉണ്ടോ? കലാശക്തിയെ വലിയൊരു രീതിയിലേക്ക് ഒരു ഗ്രാമമായിട്ട് വളർത്താനൊക്കെ ഉള്ള പ്ലാൻ ഉണ്ടോ? അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ആക്ച്വലി ഇവിടെ ഒരു ചെറിയൊരു സ്ഥലം ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ എന്താ പറയാ, കൊറോണ എല്ലാം കൊണ്ടുപോയില്ലേ, അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ വരുന്ന 2-3 വർഷം അങ്ങനെ ഒരു പ്ലാൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് അത് വളരെ ആവശ്യത്തിലാണ്. ലൈക്ക് എന്റെ മനസ്സിലും അങ്ങനെ ഒരു സ്വപ്നം ഉണ്ട്, പക്ഷെ അത് നടക്കും അറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു സ്ഥലം ആർട്സ് പഠിപ്പിക്കാനും കാണാനും അങ്ങനെ ആർട്ടിസ്റ്റ് വരാനായിട്ടും അങ്ങനെ മറ്റുള്ള ആൾക്കാരായിട്ട് ഒരു മീറ്റിംഗ് പോയിന്റ് ആയിരിക്കണം ഒരു. ആൻഡ് ഓൾസോ ഫോർ നമ്മുടെ ഈ നാട്ടുകാർ തന്നെ അവരെ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ ഉണ്ടാക്കാൻ വേണ്ടി, ലൈക്ക് ഒരു ചെറിയ ഒരു സൊസൈറ്റി പോലെ, അത് നല്ലതായിരിക്കും. അതാണ് എന്റെ. പിന്നെ ഓൾസോ നേച്ചറിനെ കുറിച്ച് അറിയാൻ, മനസ്സിലാക്കാൻ, ക്ലൈമറ്റിന്റെ അങ്ങനെ റീസൈക്ലിംഗ്, അതെല്ലാം ചേർന്ന ഒരു ഐഡിയ ആണ്. ആർട്സും പിന്നെ നമ്മുടെ എർത്ത് ഒന്ന് റെസ്പെക്ട് ചെയ്യാനും അതെല്ലാം ഒന്നാണ് എന്റെ മനസ്സിൽ. അപ്പൊ ഇത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, പക്ഷെ അത് നടക്കും അറിയത്തില്ല. നടക്കും, പക്ഷെ എത്ര വർഷം എടുക്കും അറിയത്തില്ല. എത്ര വർഷം എടുത്താലും ലക്ഷ്മിയുടെ ആ ഒരു സ്വപ്നം ഉടനെ തന്നെ, അല്ലെങ്കിൽ സമയമെടുത്താണെങ്കിലും വളരെ നന്നായിട്ട് തന്നെ വരട്ടെ. അങ്ങനെ ഒരു കലാഗ്രാമം ഉണ്ടാവട്ടെ. മലയാളത്തെ സ്നേഹിക്കുന്നതിന് ഒരുപാട് നന്ദി. ഈ ഒരു നാടിനെ, അല്ലെങ്കിൽ ഈ നാട്ടിലെ കലകളെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞങ്ങൾക്കൊക്കെ വലിയൊരു ഉദാഹരണമായിട്ട് മുന്നിൽ നിൽക്കുന്നതിന് വളരെ നന്ദി.
സന്തോഷം. താങ്ക് യു സോ മച്ച്. സന്തോഷം. താങ്ക് യു. നർത്തകിയും അഭിനേതാവുമായ പാരിസ് ലക്ഷ്മിയാണ് ഈ എപ്പിസോഡിൽ നമ്മോട് സംസാരിച്ചത്. ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖറിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വോയിസ് മെസ്സേജായോ അറിയിക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.